തിരുത്തണം എന്നാഗ്രഹിക്കുന്ന, തിരുത്തപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം പാർട്ടിയിൽ ഉണ്ട്, പാർട്ടിയിലെ നേതാക്കൾ തന്നെയുണ്ട്. പക്ഷേ ഏറ്റവും തലപ്പത്തുള്ള അയാൾ തിരുത്തിയാലേ അത് ഒരു പൂർണ്ണ അർത്ഥത്തിൽ ശരിയാവുകയുള്ളൂ. അങ്ങനെ ഒരു തിരുത്തലുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണ്. പാർട്ടി തിരുത്തുമോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഉത്തരം തിരുത്താനിടയില്ല എന്ന് പറയുന്നത് ഇതിൻ്റെ ആകെ തുകയായിട്ട് ഞാൻ പറയുന്നതാണ്. അത് പറയാനുള്ള കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിന് ശേഷം പിണറായി വിജയൻ വാർത്താസമ്മേളനം നടത്തി. മെയ് 25 വാർത്താസമ്മേളനം നടത്തി. എന്നാൽ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് എൻ്റെ ശൈലി കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്, ഈ ശൈലി മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല, അപ്പോൾ അതിൽ മാറ്റം വരുത്തില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. അന്ന് ആ ശബരിമല വിഷയത്തിൽ എടുത്ത സമീപനമടക്കം വിമർശിക്കപ്പെട്ട ഒരു ഘട്ടമായിരുന്നു. അപ്പോൾ ആ ശൈലി മാറ്റില്ല എന്ന് അദ്ദേഹം ശക്തമായി അതിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ 2024 വരുമ്പോൾ അങ്ങനെ ഒരു പ്രതികരണം അദ്ദേഹം നടത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് തുറന്നൊരു പ്രതികരണമേ നടത്തിയിട്ടില്ല. ഡൽഹിയിലെത്തിയപ്പോൾ അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹം പ്രതികരിച്ചത്, നമ്മൾ കണ്ടതാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ 2 പ്രതികരണങ്ങൾ നടത്തിയത് മുൻ മന്ത്രിസഭയിലെ മന്ത്രിമാരായിരുന്ന ഒന്ന് തോമസ് ഐസക്കും ഒന്ന് ജി സുധാകരനുമാണ്. തോമസ് ഐസക്കാണ് അതിൽ കുറച്ചുകൂടി കൃത്യമായി നടപ്പാക്കേണ്ട സ്വയം വിമർശനാത്മകമായ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ പാർട്ടിയിൽ നേതൃത്വത്തിലുള്ളവർ പാലിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. പാർട്ടിക്കാരുടേതല്ല, ജനത്തിൻ്റെതാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ച ഒരു കാര്യം. ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തിരിച്ചടിയായോ എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. ജനത്തിനെ കേൾക്കാൻ ഒരു ചെവി അവിടേക്ക് വെക്കണം, നമ്മൾ മാത്രം യോഗം ചേർന്നാൽ പോരാ, അടച്ചിട്ട മുറിയിൽ പുറത്തൊരു ചെവി ഉണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം. സർക്കാരിൻ്റെ പ്രവർത്തനത്തിലെ പോരായ്മകൾ അനിഷ്ടമുണ്ടാക്കിയോ എന്നുള്ള കാര്യം പരിശോധിക്കണമെന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ എങ്ങനെ ഉപയോഗിക്കപ്പെട്ടു എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി വിമർശിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഘടകം അതുകൂടിയാണ്. ജി സുധാകരനിലേക്ക് വരുമ്പോൾ ജി സുധാകരൻ BJPയുമായി ബന്ധപ്പെട്ട് അവിടെ അഴിമതിയില്ല എന്നതടക്കം പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാനാവുന്നതല്ല. ആ യഥാർത്ഥ അഴിമതിയൊക്കെ വലിയ തോതിൽ തന്നെ ഇവിടെ CPM തന്നെ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. ആ വിഷയം അദ്ദേഹം കാണാതെ പോയത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ ചില വ്യക്തിപരമായ കാര്യങ്ങളുണ്ടാകും. പക്ഷേ അദ്ദേഹം പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. BJP ഒരു എതിരാളിയെ അല്ല എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടത്, അല്ലെങ്കിൽ മോദിക്ക് ശക്തിയില്ല എന്ന് പ്രചരിപ്പിച്ചത് ദോഷമാണ് ചെയ്തിട്ടുള്ളത്. അപ്പുറത്തൊരു എതിരാളിയായി തന്നെ കാണേണ്ടിയിരുന്നു. അത് ഹരിപ്പാട്, കായംകുളം എന്ന സ്ഥലങ്ങളിലൊക്കെ 3ാം സ്ഥാനത്തേക്ക് എത്തിയത് പരിശോധിക്കേണ്ട കാര്യമാണ്. ഇനി തൃശ്ശൂരിൽ അത് കാണുകയും ചെയ്തു. ഈഴവ വിഭാഗം പിന്നാക്കം പോയി, പാർട്ടിയിൽ നിന്ന് അകന്നു പോയി എന്നുള്ള കാര്യം പരിശോധിക്കണമെന്ന് പറഞ്ഞു. പിന്നെ എന്താണ്, പൊളിറ്റിക്കൽ ക്രിമിനൽസും ബൂർഷ നിലപാടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന് പറയുന്ന ചില കാര്യങ്ങൾ അടർത്തി മാറ്റുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില വ്യക്തിപരമായ കാര്യങ്ങളുണ്ട്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു വിമർശനമായി തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. ആ രൂപത്തിലേക്ക് അന്വേഷിച്ചു എന്നുള്ള കാര്യം പരിശോധിക്കണം. അടുത്തത് മാർക്ക് ഉർലോസുമായി ബന്ധപ്പെട്ടാണ്. മാർക്ക് ഉർലോസ് ഇടതുപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച വ്യക്തിയാണ്. അപ്പോൾ ആ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ നോക്കേണ്ടത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടായ ചില കാര്യങ്ങളാണ് ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചത്. നമ്മൾ പലതവണ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ മറിയക്കുട്ടിയുടെ കാര്യം, ഒരു വൃദ്ധയായ ഒരു പ്രായം ചെന്ന ഒരു സ്ത്രീ അവരുടെ ജീവിത പ്രശ്നം പറഞ്ഞപ്പോൾ ഉള്ള കാര്യമാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. എങ്ങനെയാണ് അതിനെ സമീപിച്ചതെന്നുള്ളത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും ഒടുവിൽ നോക്കൂ, ഇന്നലെ കണ്ണൂരിൽ ഒരു വയോധികൻ കൊല്ലപ്പെടുകയാണ്. സാധാരണ ബോംബ്, കണ്ണൂർ രാഷ്ട്രത്തിലെ ബോംബ് രാഷ്ട്രീയം, എതിർചേരിയിൽ ഒരാൾ കൊല്ലപ്പെടും, അല്ലെങ്കിൽ ബോംബ് നിർമ്മാണത്തിലെ ഒരാൾ കൊല്ലപ്പെടും. ഇതാണ് സംഭവിക്കുന്നത്. ഇതങ്ങനെയുള്ള സാധാരണക്കാരനായ ഒരാൾ കൊല്ലപ്പെടുകയാണ്. അതും പ്രായം ചെന്ന ആൾ. ഈ പറമ്പിലൊക്കെ ഉള്ള തേങ്ങയൊക്കെ പെറുക്കി ജീവിക്കുന്ന ആളുകളുണ്ട്. സാധാരണഗതിയിൽ നാട്ടുമ്പുറത്തൊക്കെ കാണുന്നൊരു കാഴ്ചയാണ്. ഒഴിഞ്ഞ പറമ്പിൽ പോയി പെറുക്കും. അങ്ങനെ ചെയ്യുന്നതിനിടയിൽ ഒരാൾക്ക് മരിച്ചു പോകുക എന്ന് പറഞ്ഞൊരു സാഹചര്യം, അതിനെ എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത്? മുഖം നോക്കാതെ നടപടിയെടുക്കും എന്നൊക്കെ സഭയിൽ പറയുമ്പോഴും അടുത്ത ഘട്ടത്തിലേക്കും വേഗം രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ വർഷങ്ങൾക്ക് മുമ്പുള്ള എന്തോ കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അപ്പോൾ എവിടെയാണ് തിരുത്തുന്നത്? ഈ സമയത്തൊക്കെ കുറച്ചൊക്കെ പക്വതയും കുറച്ചൊരു സമീപനത്തിലോ കുറച്ചൊരു വിനയവും ഒക്കെ ആവാന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് പാർട്ടി കേരളത്തിൽ. ആ ഒരു ബോധ്യത്തിലേക്ക് പാർട്ടി എത്തേണ്ടതുണ്ട്. അങ്ങനെ എത്തുന്നുണ്ടോ? ഇല്ല. അപ്പോൾ തലപ്പത്ത് ആ രൂപത്തിൽ അത് സംഭവിക്കുന്നില്ല. പിന്നെ യെച്ചൂരിയും പറഞ്ഞിട്ടുള്ളത് എന്താ, ഭരണവിരുദ്ധ വികാരമെന്ന ഒരു വിമർശനം ഉണ്ടല്ലോ എന്ന് യെച്ചൂരി അടക്കം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതില്ല എന്ന് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നവർ അത് തിരുത്താൻ അങ്ങനെ തുറന്നു പറയേണ്ടതുണ്ട്. തുറന്നു പറയേണ്ടവർ തുറന്നു പറയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അത് സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ നോക്കൂ, സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരു മാസം ഇപ്പോൾ 900 കോടി രൂപ വേണം ക്ഷേമ പെൻഷൻ കൊടുക്കാൻ. അങ്ങനെയുള്ളൊരു സാഹചര്യം ഈ അടുത്ത കാലത്തുണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇല്ല. അപ്പോൾ ഇതാദ്യമായിട്ടാണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം വൈകുന്ന സാഹചര്യം വന്നിട്ടില്ല. മെയ് മാസം മുതൽ. അതുപോലെ 108 ആംബുലൻസുകാർക്ക് ശമ്പളം വൈകി. അപ്പോൾ ഇതൊക്കെ മറികടക്കാൻ, ഭരണ മികവ് കൊണ്ട് മറികടക്കാനുള്ള സാധ്യത ഏതായാലും ഈ സമയത്ത് സാധ്യത വളരെ ചുരുക്കമാണ്. അത് സാധ്യമല്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? സ്വഭാവത്തിൽ, സമീപനത്തിലൊരു മാറ്റം വരുത്തണം. അത് സാധിക്കുന്നുണ്ടോ? അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കാര്യം. ഇതുവരെ അതിനുള്ള ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ, തൊഴിലാളികളായ പാർട്ടി പ്രവർത്തകരൊക്കെ പറയുന്നത് ലെനിൻ പണ്ട് ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. പാർട്ടിക്കകത്തൊരു മാനേജറിയൽ ക്ലാസ് ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ ഒരു ക്ലാസ് ഉയർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിപ്പോൾ ഏറ്റവും തലപ്പത്ത് മാത്രമല്ല, താഴേക്ക് നോക്കിയാലും ചെറിയ നേതാക്കളുണ്ടല്ലോ, അവർക്കൊക്കെ
പിണറായി വിജയൻ്റെ ശൈലി, പിണറായി വിജയൻ്റെ ഭാഷ, പിണറായി വിജയൻ്റെ മുഖഭാവം ഇതൊക്കെ അനുകരിക്കുന്ന ചെറുപ്പക്കാരായ നേതാക്കളെ നമുക്ക് ചർച്ചകളിൽ തന്നെ പങ്കെടുക്കുന്ന എത്ര പേരെ കണ്ടിട്ടുണ്ട്. അതേ ഭാഷയും അതേ ടോണിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാനും അടുത്ത പിണറായി എന്ന ഇതാണ് പാർട്ടി നേതാക്കൾക്ക് വേണ്ട മുഖഭാവം, ഇതാണ് പാർട്ടി നേതാക്കൾക്ക് വേണ്ട സമീപനം എന്നൊരു തെറ്റിദ്ധാരണയിലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ പിന്നാലെ വരും എന്നൊരു തോന്നലാണ്. അങ്ങനെ വന്നിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ വന്നു കഴിഞ്ഞു. ഇനിയെങ്കിലും കാലം നിലത്ത് ഉറപ്പിക്കേണ്ട സമയമായി. അതിലേക്ക് എത്ര പേരെത്തുന്നുണ്ട്? കുറേ ഒറ്റയ്ക്കും തെറ്റിക്കും ഒക്കെ പല നേതാക്കൾക്കും മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. പക്ഷേ പോസിറ്റീവായ കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള 2 കാര്യങ്ങളാണ്. പിണറായി വിജയൻ പാർട്ടി യോഗങ്ങളിൽ വിമർശിക്കപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. പേരെടുത്ത് പറയുന്നുണ്ടാകാം, നമ്മൾ പുറത്തേക്ക് വരുന്ന ആ രൂപത്തിലല്ല ചില നേതാക്കൾ എന്ന് പറഞ്ഞാണ് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ പാർട്ടി യോഗങ്ങളിലെ മുഴുവൻ കാര്യങ്ങളും പുറത്തേക്ക് വരുന്നില്ലല്ലോ. പക്ഷേ പിണറായി വിമർശിക്കപ്പെടുന്നു എന്നുള്ളത് പോസിറ്റീവായി എടുക്കണം. നമ്മൾ പിണറായി എന്ന നേതാവിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെ ആയിരിക്കരുത് എന്നതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നുകൊണ്ടാണ് അത് പറയേണ്ടി വരുന്നത്. പിന്നെ ഐസക്കിൻ്റെ പ്രതികരണം, ജി സുധാകരൻ്റെ പ്രതികരണം, ഇതൊക്കെ പോസിറ്റീവായ കാര്യങ്ങളായി ഞാൻ കാണുന്നു. കാരണം അവർ പ്രധാനപ്പെട്ട നേതാക്കളാണ്. അവർ പരസ്യമായി തന്നെ ചില കാര്യങ്ങൾ തുറന്ന് സമ്മതിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് CPI-യിൽ കുറച്ച് കാലത്തിന് ശേഷം ഒരു സംസ്ഥാന സെക്രട്ടറി ഒരു ശക്തമായ നിലപാടുമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നു ക്ഷേമ പെൻഷൻ തിരിച്ചടിയായോ എന്ന് പരിശോധിക്കണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ CPI-യുടെ എല്ലാ ജില്ലാ കൗൺസിലുകളിലും പറയുന്നത് പിണറായി വിജയൻ രാജിവെക്കണമെന്ന ആവശ്യമാണ്. ശ്രദ്ധിച്ചല്ലോ, ഇന്ന് പോലും ഇടുക്കിയിൽ നിന്ന് അടക്കം ആ പ്രതികരണം വന്നു. ഇന്നിപ്പോൾ ഈ ബോംബുമായി ബന്ധപ്പെട്ട ബോംബ് രാഷ്ട്രീയമായി ഇന്നലത്തെ സംഭവവുമായി ബന്ധപ്പെട്ടും ബിനോയ് വിശ്വം പ്രതികരിക്കുന്നത് ബോംബ് പക്ഷമല്ല ഇടതുപക്ഷം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രതികരിക്കുന്ന ഒരു നേതാക്കൾ നേരത്തെ CPI-യിൽ ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ അതൊക്കെ മാറി ഒന്നും മിണ്ടാതിരിക്കുന്ന അല്ലെങ്കിൽ പ്രതികരിക്കേണ്ട ഘട്ടങ്ങളിൽ പ്രതികരിക്കാത്ത നേതാക്കളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ബിനോയ് വിശ്വം ചില കാര്യങ്ങൾ പ്രതികരിക്കുന്നു എന്നുള്ളത് പോസിറ്റീവായി കാണുന്നു. അതോടൊപ്പം ജി സുധാകരൻ്റെയും ഐസക്കിൻ്റെയും പ്രതികരണം, പാർട്ടി യോഗങ്ങൾ ഉയർന്ന വിമർശനങ്ങൾ നല്ല രൂപത്തിൽ ശരിയാവുകയാണെങ്കിൽ നല്ല കാര്യം. സമീപനത്തിൽ വരുത്തേണ്ട മാറ്റമാണ്, അല്ലാതെ സാമ്പത്തികമായി വലിയ മാറ്റമൊക്കെ ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടുത്തി അല്ലെങ്കിൽ ആ തരത്തിൽ പദ്ധതികളൊക്കെ നടപ്പാക്കിക്കൊണ്ട് ഇനിയൊരു ജനകീയ സർക്കാരായി മാറാനുള്ള സാഹചര്യം എന്തായാലും പ്രായോഗികമായില്ല. സമീപനത്തിലാണ് മാറ്റം വരുത്തേണ്ടത്. എനിക്ക് വലിയ പ്രതീക്ഷയില്ല. Meet the editors.